നമസ്കാരം, ഞാൻ ജീവൻ. ഇത് രമേഷ് ക്രിസ്റ്റി. സന എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ. വളരെ സന്തോഷം. ഓഡിയോ ലോഞ്ച് ഇന്നലെ നടന്നു. വളരെ മനോഹരമായിരുന്നു. അത് എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ചതിന് മുകളിലേക്ക് എനിക്ക് അവിടുന്ന് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും അനുഗ്രഹവും അവരുടെ സ്നേഹ സംഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു സിനിമ വിജയിക്കുന്നതിന് മുകളിലേക്ക് ഞാൻ അത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മനസ്സിൽ. നമുക്ക് ലാഭം അല്ല, പക്ഷേ ഒരു മെസ്സേജ് ഞാൻ സന എന്ന സിനിമയിലൂടെ കൊടുക്കാനാണ്. അതിൽ ചിത്ര ചേച്ചി പാടിയ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് രമേഷ് ക്രിസ്റ്റി. രമേഷ് ക്രിസ്റ്റി, എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ജീവൻ സാറ് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചൊരു സംഭവം, ഒരു ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്യാം എന്നുള്ളൊരു സംഭവത്തിന് തീർച്ചയായിട്ടും എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതായിരുന്നു. എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഹെൽപ്പും സംഭവങ്ങളും. ഇതിൽ വലിയ സന്തോഷം എന്ന് പറയണത് ഭയങ്കര സന്തോഷം എന്ന് പറയണത്, വർഷങ്ങളോളം എൻ്റെ പുറകിൽ ഫേസ്ബുക്കിലൂടെ മെസ്സഞ്ചറിലൂടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടാണ് ഞാനൊരു ഇദ്ദേഹത്തിനൊരു ഓഫർ കൊടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത്, ജാസിഫിനെ കൊണ്ടൊക്കെ മുന്നേ ആൽബം പാടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വരി എഴുതി അത് ചിത്ര ചേച്ചി പാടുന്ന പറയുമ്പോൾ പുള്ളി ഒരു ദിവസം ചെന്നൈയിൽ പാടാൻ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, സാർ ഇത് എന്നെ അല്ലാതെ വേറെ ആരും ഞാൻ മ്യൂസിക് ചെയ്തു തരാം, അത് സാർ എത്ര പറഞ്ഞാലും എത്ര വേണമെങ്കിലും മാറ്റി ചേഞ്ച് ഞാൻ ചെയ്തു തരാം സാർ, എന്നെ ഒഴിവാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ വരികൾ എഴുതുന്നു, ടോൺ ചെയ്യുന്നു, പുള്ളി അത് മ്യൂസിക് ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിച്ച മുകളിലേക്ക് തന്നെ എക്സലൻ്റായിട്ട് എനിക്ക് ആ മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഈ സന എന്ന് പറയുന്നത് ഒരു ഓട്ടിസം, അങ്ങനത്തെ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെക്കുറിച്ചുള്ളൊരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞത്. ഈ പാട്ട് പാടുമ്പോൾ ചിത്ര ചേച്ചി വരെ അവിടെ കരഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയട്ടെ, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചി ആളോട് ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ലിറിക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ ആണെന്ന് തന്നെ പറഞ്ഞു, ഡയറക്ടർ സാറാണ് എന്ന് പറഞ്ഞായിരിക്കും. എനിക്ക് അതൊരു അവാർഡാണ്. അപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് 1 മണിക്കൂറോളം സംസാരിച്ചു തോന്നുന്നില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ സിനിമ ഒരു മെസ്സേജ് കൊടുക്കാനാണ്. അത് ഭിന്നശേഷി എന്നും ഇല്ല, അത് വിഭിന്ന കഴിവുള്ള കുട്ടികളെന്ന് ഞാൻ അവരെ പറയുള്ളൂ. നമ്മൾ സാധാരണ കുട്ടികളെക്കാട്ടിലും മുകളിലേക്ക് കഴിവുകളുണ്ട്. പക്ഷെ അവരെ പരിപോഷിക്കാൻ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ വലത്തും ഇടത്തുമായിട്ട് ചിറകായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെക്കാട്ടിലും മിടുക്കരാണ് എന്ന് തെളിയിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അതിൽ. അവരെ അവോയ്ഡ് ചെയ്യലല്ല വേണ്ടത്, അവരെ കൂടെ ചേർത്ത് പിടിക്കലാണ് എന്ന് സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ് ഞാൻ ഈ ചെയ്ത സന എന്ന സിനിമ. അതിൽ നമ്മുടെ മെയിനായിട്ട് കൈലാഷ്, അതിൽ TG രവിച്ചേട്ടൻ, സുധീർ കരമന, അതുപോലെ തന്നെ ചെമ്പിൽ അശോകൻ, ദിവ്യ M നായർ, സരയു, പിന്നെ ഒട്ടനവധി ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപക്ഷെ ജനം അത് എങ്ങനെ സ്വീകരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം മെസ്സേജ് കൊടുക്കാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു ആ മെസ്സേജ് അവർ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഇന്നത്തെ ഓഡിയൻസിൻ്റെ മുമ്പിൽ അതിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞപ്പോഴും ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞപ്പോഴും ടീസർ ഇട്ടപ്പോഴും എല്ലാവരും കരഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. സന്തോഷമുണ്ട്. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എനിക്ക് കുഞ്ഞിനെ വേണം. ഡേസി, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളണം, ഉൾക്കൊണ്ടേ പറ്റൂ. എന്തായാലും കൊല്ലാൻ ഞാൻ തയ്യാറല്ല. ഡേസി, കൊല്ലാൻ ഞാൻ പറയുന്നില്ല. ആരും അറിയാതെ നമുക്കിതിനെ ഏതെങ്കിലും ഒരു മഠത്തിൽ ഉപേക്ഷിക്കാം.
ഈ സന എന്ന സിനിമയ്ക്ക് ഒരു സബ്ജക്റ്റ് കിട്ടിയത് തന്നെ ഒരു ചാനലിൻ്റെ ഒരു വാർത്ത കണ്ടിട്ടാണ്. അതായത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിക്ക് നോർമൽ സ്കൂളിലൊരു അഡ്മിഷന് വേണ്ടി ഒരു അമ്മ ചെല്ലുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് വിട്ടുവെന്നൊരു വാർത്ത വന്നിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അത് എൻ്റെ മനസ്സിലത് എന്താ പറയുക സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു സാധനം വെറുതെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാം എന്നുള്ള ഇതിൽ പ്ലാൻ ചെയ്തിട്ട് എഴുതിയതാണ്. പക്ഷേ അതാണ് ഇപ്പോൾ സനയായിട്ട് ഒരു സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഈ ഒരു സബ്ജക്റ്റ് എഴുതാനുള്ള റീസൺ ഒരു ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഒരു മെഗാ ഷോ, അതും ഭിന്നശേഷിക്കാർക്കുള്ള ഒരു മെഗാ ഷോ ആയിരുന്നു. ബ്ലൈൻഡേഴ്സിൻ്റെ ശിങ്കാരിമേളവും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തൊരു പ്രോഗ്രാമാണ് ദർശന ക്ലബിന് വേണ്ടിയിട്ട്. ആ പ്രോഗ്രാമിൽ ഈ 12 വയസ്സുകാരിയായ ഓട്ടിസം ബാധിച്ച കുട്ടി സന ഇങ്ങോട്ട് ഒരു അമ്മ വരുന്നു. ആ പ്രോഗ്രാം കണ്ട ശേഷം പറഞ്ഞു, സാറിന് ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അതെന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എടുക്കുന്നു. പക്ഷേ അവർ എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ മോള് സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമോ, ഒരു അവസരം, അവൾ മിടിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം കേട്ടോ, അടുത്ത സിനിമയിൽ ആലോചിക്കാം എന്നിട്ട് പോകുന്നു. അത് ശേഷം വീണ്ടും മാസങ്ങളോളം കഴിയുന്നു. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങൾ വിളിക്കുകയൊന്നും എൻ്റെ നമ്പർ മേടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതൊരു കലാവും രഞ്ജിയുമാണ് എന്നെ പരിചയപ്പെടുത്തുന്നവർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫാഷൻ ഷോയിൽ ഒരു ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെയും അവരവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഓർമ്മയുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു എന്നാൽ പേര് പറഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല. അന്ന് എന്നോട് സന എന്ന് പേര് പറഞ്ഞിട്ടാണ്. പക്ഷേ ആ കുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട് മനസ്സിലായി, കാരണം ആ ഫ്ലവേഴ്സിലൂടെ ഒരു പ്രോഗ്രാം ചെയ്ത് വന്ന കുട്ടിയാണത്. പക്ഷേ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു നമുക്ക് നോക്കാം, അടുത്ത സിനിമയിൽ നോക്കാം, എന്തായാലും ഇപ്പോൾ ഈ അടുത്ത് ഒരു പ്രോജക്റ്റൊന്നും ഇല്ല, നമുക്ക് ഈ മോളെ വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം എന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ വെച്ചൊരു ഡോക്യുഫിക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീടത് ഒരു സിനിമയ്ക്കുള്ള സബ്ജക്റ്റാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് തന്നെ അതെനിക്ക് എഴുതി. ആ എഴുത്ത് ഇന്ന് ഒരു വലിയ അല്ലെങ്കിലും ഒരു സാധാരണ ഒരു കുഴപ്പമില്ലാത്ത നല്ല സിനിമയായിട്ട് അത് മാറിയതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു വ്യക്തിയുണ്ട്, KVP അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു പ്രവാസി. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അത് സിനിമ ചെയ്തോ, അത് നമുക്ക് നോക്കണ്ട, എന്തായാലും ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് സിനിമയാക്കിയിട്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശന് വേണ്ടി ഞാൻ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ വേഷങ്ങൾ അഭിനയിച്ച ആ വ്യക്തി ഇന്ന് കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ജിയോടെ ഇത് നല്ല സിനിമയാവുന്നു, നിങ്ങൾക്കൊരു സാധ്യതയുള്ള സിനിമയാവും എന്ന് പുള്ളി പറഞ്ഞിട്ടാണ് ഞാനത് സിനിമയിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മുതൽ മുടക്കിൽ മറ്റു സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടു കൂടി, എൻ്റെ ക്രൂവിൻ്റെ സപ്പോർട്ടോടു കൂടി, അതിലുപരി ഇതിന് ഓളായിട്ട് നടന്നൊരു സുഹൃത്തുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അതിന് എഴുതാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രോൾ ജോലി തന്നെ മൊത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അത് പ്രമോദ്. നമസ്കാരം. ഇത് പ്രമോദ് മൊണാലിസ എന്നൊക്കെ പറയും, ആലപ്പുഴക്കാരനാണ്, കലാസംവിധായകനാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമയുടെ ഓൾ ആൻഡ് ഓൾ എന്ന് പറയാം. ഒരു എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യവും അത് എനിക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് സനയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പ്രമോദ് എന്താണ് സനയെക്കുറിച്ച് പറയാനുള്ളത്? സനയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോലും വാക്കുകൾക്ക് ഞാൻ തപ്പിത്തടയുകയാണ്. സനയിലേക്ക് എന്നെ വിളിക്കുന്നത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ജയകൃഷ്ണൻ വിളിച്ച് പറയുന്നത് അല്ല, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമുണ്ട്, നിനക്ക് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു അതെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. ഇതൊരു ഷോർട്ട് മൂവിയായിട്ട് പ്ലാൻ ചെയ്തു. പിന്നീട് ചില ചർച്ചകളിൽ ആ ഷോർട്ട് മൂവി ഞങ്ങൾ ഷൂട്ട് ചെയ്തു പൂർത്തിയാക്കി. ഒരു 6 ദിവസം കൊണ്ട് നമ്മൾ ഷോർട്ട് മൂവി ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി. ഡോക്യുഫിക്ഷൻ അത് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ചർച്ചയിൽ ഇതിൻ്റെ കഥയിൽ ചില മാറ്റങ്ങൾ ചില ചർച്ചകളിലൂടെയൊക്കെ വരുത്തി ജീവേട്ടൻ അത് ഒരു സിനിമയുടെ പാറ്റേണിലേക്ക് അതിനെ കൊണ്ടുവന്നു.
അത് ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണെന്നും നല്ലൊരു സബ്ജക്റ്റ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ആ കൊച്ചുകുട്ടിയെ ഭയങ്കര റിസ്ക്കാണ്. സനയെ പോലൊരു കുട്ടിയെ നമ്മൾ ഇതിൽ അഭിനയിപ്പിച്ച്, പക്ഷെ അവൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവൾ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവളെ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഒരു ലാഗും ഇല്ലാതെ ആ കുട്ടി അത് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. നന്നായിട്ട് പടം വന്നിട്ടുണ്ട്. ഇനി എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ മിനുക്കുമണികളേ ഉള്ളൂ. ഇത് താമസിയാതെ തന്നെ തിയേറ്ററുകളിൽ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ OTT-യിലും സ്വീകരിക്കണം. ഇതൊരു വലിയൊരു വിജയമാക്കി തീർക്കണം. എന്തായാലും സന വലിയ വിജയമാകും, ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ പ്രേക്ഷകനും ഇതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇപ്പോൾ നടന്ന ഓഡിയോ ലോഞ്ചിൽ ഒത്തിരി ആൾക്കാർ അത് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്ന് കരഞ്ഞു. അപ്പോൾ എല്ലാവരും രവിചേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ണു നിറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഡയറക്ടർ അവിടെ ഇരുന്ന് കരയണമെന്ന്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കത് ആരും കാണരുതല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു, അതാണ് സത്യം. അപ്പോൾ എനിക്കത് അത് തന്നെയാണ് എൻ്റെ വിജയം. അതിലിപ്പോൾ സാമ്പത്തിക വിജയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു മെസ്സേജ് അതിൽ കിട്ടും എന്നുള്ള ഇതുകൊണ്ട്. ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് രമേഷ് ക്രിസ്റ്റിയുടെ മ്യൂസിക്കിൽ ജീവേട്ടനാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അതിൽ ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന പാട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്ങാണ്. അത് ചിത്ര ചേച്ചി അത് പാടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പറയുകയും ചെയ്തു, ഇതൊന്ന് റീച്ചാവും, നിങ്ങളത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇതൊരു വലിയൊരു ഹിറ്റ് പാട്ടായി മാറും, അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ഹിറ്റ് പാട്ടായിട്ട് ഇത് മാറും എന്ന് ചേച്ചി പറയുകയുണ്ടായി. എന്തായാലും ആ ഒരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. എന്തായാലും എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ വാക്കുകൾ. അതിലുപരി ഇപ്പം ഇന്ന് സന ഒരു മാധ്യമത്തിലൂടെ ഒരു വാർത്തയിലൂടെ ഒരു വാർത്ത വന്നു സനയെക്കുറിച്ച്. ഇങ്ങനെ സന നായികയായെന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. ഇന്നിപ്പോൾ സന സെലിബ്രിറ്റിയാണ് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് കുട്ടി എൻ്റെ മോളിപ്പോൾ അഹങ്കാരിയായോ എന്നൊരു സംശയമുണ്ടെന്ന്. ആ ലെവലിലേക്ക് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു വലിയൊരു ഫംഗ്ഷനിലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചു തുടങ്ങി, ആൾക്കാർ സെൽഫി എടുത്തു തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയെ, ഒരു വിരൂപിയായ ഒരു കുട്ടി എന്ന് നമ്മൾ പറയാൻ പാടില്ല, എങ്കിലും അങ്ങനത്തെ ഒരു നമ്മൾ ചിന്തിച്ചിരുന്ന ആ ഒരു കുട്ടി, പക്ഷെ അവൾ വിരൂപിയല്ല, അവൾ മിടുക്കിയാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ ഓരോ കുട്ടികളും അങ്ങനെ നമ്മുടെ അയൽപക്കത്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. അത് ഒരു കുറവും വരുത്താതെ അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആരാധനാ പാത്രം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്ത എഡിറ്റിംഗ് ചെയ്ത അർജുൻ പ്രകാശ്, അവൻ ഒരുപാട് സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത്. വലിയ സാമ്പത്തിക ലാഭത്തിന് ഒന്നുമല്ല, ആദ്യമായിട്ടാണ് പുള്ളി അതിൻ്റെ രീതിയിലേക്ക് എഡിറ്റിംഗ് വരുന്നത്. അത് മനോഹരമായിട്ട് തന്നെ എനിക്ക് കാണാനും അതിൻ്റെ വിഷ്വൽ എഡിറ്റിങ്ങിലൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ക്യാമറമാൻ PK പ്രദീപാണെങ്കിലും റിസ്ക് എടുത്തിട്ട് കൂടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ അസോസിയേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ജയകൃഷ്ണനാണെങ്കിലും മിഥുനാണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും ഇവരൊക്കെ വളരെ ഇതായിട്ട്, അതിൻ്റെ ബാക്കി ടെക്നീഷ്യന്മാരെ കുറിച്ച് ഞാൻ പേരുകൾ പറയുന്നില്ല, അവർക്കൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. അത് ഒരു കൃതജ്ഞയായിട്ട് അവർ കാണണം. കൂടെ നിന്നതിന് നന്ദി, നമസ്കാരം. പിന്നൊരു കാര്യം പറയുന്നത്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചിൽ, ഒരു സിസ്റ്റേഴ്സ് നടന്ന ചർച്ചിൽ നമ്മൾ പോയിരുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ സനയെ പോലുള്ള നൂറുകണക്കിന് കുട്ടികൾ അവരുടെ ആ ഒരു വേദനയും അവരുടെ ആ വിഷമവും പല നമ്മളവിടെ ഷൂട്ട് വെച്ച പല സമയങ്ങളിലും നമ്മൾ തന്നെയാണ് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഇതാണ് ഇങ്ങനെയൊരു ലോകമുണ്ട്, ഇങ്ങനെയൊരു ലൈഫ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ വെറും നിസ്സാരക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ കൂടി നമ്മുടെ ചിറകുകളിൽ ഒതുക്കി വെക്കുമ്പോഴാണ്, കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് തന്നെ ഒരു അർത്ഥം ഉണ്ടാകുന്നത് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. അല്ലാതെ ഈ പരസ്പരം സ്പർദ്ധയും മതവിരുവും അല്ലെങ്കിൽ മറ്റ് ഈ എന്താ പറയുക വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ ജീവേട്ടൻ ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെ, സന എന്ന് പറയുന്ന സിനിമയിലൂടെ എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണെന്നുള്ള ആ ഒരു ബോധവും മനസ്സിലാക്കി ഇനിയുള്ള സമൂഹം ഇങ്ങനെയുള്ള കുട്ടികളെ
ഒരു അകറ്റി നിർത്താതെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സനയെ എല്ലാവരും തിയേറ്ററുകളിലെത്തുമ്പോൾ കൈനീട്ടി സ്വീകരിക്കണം, പോയി കാണണം. എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ സിനിമയുടെ ക്രൂസിനും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.